ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പം നമ്മളെ മുനീഷ്ക രാവിലത്തെ ജോഗിങ്ങിലാട്ടോ. ഇന്നൊന്ന് കണ്ണൂർ വരെ പോകാനുണ്ട്. അങ്ങനെതാ റാഷിഖനെയും അസീസ്ഖാനൊക്കെ കൂട്ടി നേരെ കണ്ണൂർ പോകട്ടോ. പോണ വഴിക്ക് നമ്മൾ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞ് നമുക്ക് എന്നുള്ളൂ കേട്ടോ. അങ്ങനെ വടകരയിലെ ബ്ലോക്കും കുണ്ടും കുഴിയൊക്കെ കഴിഞ്ഞ് നേരെ മാഹി ബൈപ്പാസിലെത്തിയപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ചയായിട്ട് നമ്മൾ കണ്ണൂർ എത്തിയപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ച് നേരെ സൂര്യ ഹെറിറ്റേജിലേക്ക് കേട്ടോ. തുടക്കം തന്നെ സൂപ്പിലായിരുന്നേ. റാഷിക്ക് അവിടെതാ ബിരിയാണി പ്രതീക്ഷിച്ച വന്നത്, പക്ഷെ കിട്ടിയതാണെങ്കിലോ ഊണാട്ടോ. എന്തായാലും കുഴപ്പമില്ല എന്നായി ആശാന്. അങ്ങനെ ഇതാ സാലഡ് എത്തിട്ടോ. അങ്ങനെ സാലഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴതാ മെയിൻ ഊണെത്തിട്ടോ. എത്ര വിഭവങ്ങൾ എന്നറിയോ? എന്തായാലും എന്താ നമുക്ക് കഴിച്ചാൽ പോരെ. അങ്ങനെ എല്ലാ കറികളും കൂട്ടി നമ്മളിങ്ങനെ കഴിക്കാട്ടോ. റാഷിക്ക് ഇതാ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇന്ന് സ്പൂൺ കൊണ്ടാട്ടോ പായസം കുടിക്കുന്നത്. സാധാരണ കൈകൊണ്ട് കഴിച്ച് കഴിക്കാറട്ടോ പതിവ്. എന്തായാലും ഇതാ ആശ നല്ല കയ്പിലാണേ. ഞാൻ അതാ കുറച്ചു നേരം പോസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചാട്ടോ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നേരെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുട്ടോ. ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരത്തേട്ടോ. കണ്ണൂരൊക്കെ നല്ല അടിപൊളി ബ്ലോക്കാട്ടോ. മാഹിയിലത്തെ നേരത്തെ ഇതാ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബൈപ്പാസിൽ തന്നെ പെട്രോൾ പമ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സുഖാട്ടോ. വൈകുന്നേരം ആയപ്പം ദാ ചായ കൂടി തന്നെ, ഇതൊരു നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ രാത്രി ആയപ്പോൾ നേരെ ഞാൻ നമ്മൾ സെക്കൻഡ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇന്നിതാ നമ്മളെ സ്ഥിരം ഭക്ഷണം ഗോതമ്പ് ദോശയും മീൻ കറി കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നേരെ കിടക്കാൻ പോവണേ.